ചുരൽമലങ്ങാടിയിൽ നിന്ന് സാരംഗ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാരംഗ, ഈ വൈകിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സൈന്യം അവിടെ ബേലിപ്പാല നിർമ്മാണം തുടരുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് ഈ സമയത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? മാധു, രാത്രിയായതിനെ തുടർന്ന് പ്രദേശത്ത് വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നം വലിയ തോതിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. സൈന്യം വേലി പാലം പകുതിയോളം നിർമ്മിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന വിവരം. അതിനുശേഷം പിന്നീട് നാളെ രാവിലെയോട് കൂടിയാണ്, നേരം വെളുത്തതിന് ശേഷമായിരിക്കും അവർ പിന്നീട് പാലത്തിൻ്റെ ബാക്കിയുള്ള പണി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നാളെ ഉച്ചയ്ക്ക് മുൻപായി തന്നെ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ മുണ്ടക്കൈയിലേക്കും അതുപോലെ തന്നെ അട്ടമലയിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട വലിയ വാഹനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ മണ്ണ് കുഴിച്ചെടുത്ത് അല്ലെങ്കിൽ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റി പരിശോധനകൾ നടത്താനുള്ള തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുള്ള വലിയ വാഹനങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ന് നമ്മൾക്ക് പ്രധാനമായും ഇത്തരത്തിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം നടന്നിരുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഇന്ന് ഇത്തരത്തിൽ ഇവിടെയുള്ള വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നൊക്കെ തന്നെ വലിയ തോതിൽ വലിയ വൃക്ഷങ്ങളൊക്കെ തന്നെ വന്ന് അടിഞ്ഞുകൂടി അവിടെ ഒട്ടനേകം ആളുകളുടെ മൃതദേഹങ്ങൾ കെട്ടിക്കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഏറെ ഭയാനകമായ ദയനീയമായൊരു കാഴ്ചയായിരുന്നു അത്. എന്തായാലും അവിടെ ഇനിയും ഇത്തരത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വ്യക്തമാക്കുന്നത്. നാളെയും ഇന്ന് മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ ഹിറ്റാച്ചികൾ അവിടെ എത്തി കാര്യമായിട്ടുള്ള തോതിൽ വലിയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തി അവിടെ ഒരു ഏകോപനം ഉണ്ടാവുന്ന രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നടന്നത്. അതിനു മുൻപ് ഏതാനും നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ വയനാടിൻ്റെയും കണ്ണൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ഒക്കെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ചേർന്നായിരുന്നു അവിടെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് മുകളിലേക്കുള്ള എസ്റ്റേറ്റ് പരിസരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ 4x4 വാഹനങ്ങളുമൊക്കെയായി ആളുകൾ പോയി പരിശോധനകൾ നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സൈന്യം അങ്ങോട്ടേക്ക് എത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വൈകിട്ടോടു കൂടി ഉയരുന്നുണ്ടായിരുന്നു. എന്നാലും സൈന്യം പ്രധാനമായും പ്രാമുഖ്യം നൽകുക, ആദ്യം പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുക, ഇത്തരത്തിൽ ആളുകൾക്ക് ജീവന് ഭീഷണി നേരിടുന്ന സ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ അവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നതിന് തന്നെയാവും. എന്നാൽ അതിനുശേഷം മാത്രമേ അവർക്ക് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാവുള്ളൂ. ഇനി നാളത്തെ ദിവസം ഏറെ നിർണായകമായ ദിവസമാണ്. ഒട്ടേറെ ആളുകൾ ഇപ്പോഴും ഇവിടെ ബന്ധുമിത്രാദികളെ കാണാത്ത വിഷമത്തിൽ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ഒക്കെ തന്നെ കയറി ഇറങ്ങി ചെറിയ ഫോട്ടോകളൊക്കെ തന്നെ കൈകളിൽ എടുത്തുകൊണ്ട് എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങുന്നൊരവസ്ഥയുണ്ട്. ഇനി നിലമ്പൂരിൽ ഇത്തരത്തിൽ നിലമ്പൂരിലേക്ക് അല്ലെങ്കിൽ പോത്തുങ്കലിലേക്ക് ചാലിയാറിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ എത്തിക്കുന്ന സമയത്ത് അവരിൽ പലർക്കും ഇത്തരത്തിലുള്ള ഒരു ഉത്തരം ലഭിക്കുമെന്നുള്ള ഒരു സൂചന പോലും ഇവിടെ ആളുകളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. മാത്രമല്ല, മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളെയും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ മണൽത്തിട്ടകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രങ്ങളും മസ്ജിദുകളും അടക്കമുള്ള നിരവധി ആരാധനാലയങ്ങൾ നിന്നിരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ സ്കൂളുകളൊക്കെ തന്നെ നിലനിന്നിരുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ അടിത്തറ പോലും കാണാൻ കഴിയാത്ത ഒരവസ്ഥ. പൂർണ്ണമായും പ്രകൃതി അതിൻ്റെ മുച്ചൂട് നശിപ്പിച്ച തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ ഇന്നലെ രാവിലെ പുലർച്ചെ ഈ അപകടമുണ്ട്. അതിനുശേഷം ഇന്നലെ എല്ലാവരും നിന്നത് ചൂരൽമല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം അവിടേക്കാണ് നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നത്. അപ്പുറത്തേക്ക് മുണ്ടക്കയിലേക്ക് പോവുക സാധ്യമായിരുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ കുറച്ചു മുമ്പ് ഷിഹാബ് എന്ന് പറയുന്ന സന്നദ്ധ പ്രവർത്തകൻ ചൂരൽമല അങ്ങാടിക്ക് സമീപത്തുള്ള ഒരു മനുഷ്യൻ നമ്മളോട് പറയുകയാണ്, ചൂരൽമലയിൽ പോലും ഇനിയും പൂർത്തീകരിക്കാനുണ്ട് തിരച്ചിൽ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തെ പൂർണ്ണമായും മനസ്സിലാക്കാനും അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാനും നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ലേ? ഇത്തരത്തിൽ മുണ്ടക്കൈയിൽ നടന്ന അപകടത്തിൻ്റെ പൂർണ്ണമായ വ്യാപ്തി ഇപ്പോഴും നിരവധി പേരെ കാണാതായിട്ടുണ്ട് അല്ലെങ്കിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സൈന്യം പരമാവധി അവിടെ എത്താനുള്ള അല്ലെങ്കിൽ
സൈന്യം താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന പാലത്തിന് പോലും നദിയിൽ വലിയ കുത്തൊഴുക്കുണ്ടായതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടന്നു ചെല്ലുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. പലയിടങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഒന്നാമത്തെ ഉരുൾപൊട്ടലിന് ശേഷം രണ്ടാമത്തെ ഉരുൾപൊട്ടലിനിടെ ആളുകൾ അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതിൽ പലർക്കും വലിയ തോതിൽ തന്നെ ജീവന് നാശം സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇനി വരുന്ന മണിക്കൂറുകളിലാണ് മുണ്ടക്കൈയിൽ നടന്ന അപകടത്തിൻ്റെ വ്യാപ്തി നമ്മൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈന്യം അവർക്ക് അവിടെ എത്തിക്കാൻ കഴിയുന്ന മുഴുവൻ സാമഗ്രികളുമായിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോവുക. ആദ്യം എത്തുന്ന സംഘം ഇത്തരത്തിൽ ഇനി മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇവിടെ സ്നിഫർ ഡോഗുകളടക്കമുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കും എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാധു.